പറയട്ടെ, ലാലേട്ടനും മമ്മൂക്കയും ഒരു രക്ഷയില്ല. ഇപ്രാവശ്യം ഇത് ലോ ആവില്ല, ഇപ്രാവശ്യം ഇത് കേറും, എന്തായാലും കേറും. തീയാണ് പാട്ട്, തീയാണ് സ്ക്രിപ്റ്റ്, തീയാണ് ഡയറക്ടർ, തീയാണ് ഇതിന്റെ ക്രൂ. നാട്ടുകാരങ്ങനൊന്നും അല്ല പറയുന്നത്. ലാലേട്ടനെ പറ്റിച്ചതാന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ എന്റെ പ്രതീക്ഷയല്ല, ഞാൻ എന്റെ ജോലി കഴിഞ്ഞു അല്ലെ, അങ്ങനെയാണല്ലോ. പടം വട്ടത്തിലും നീളത്തിലും പോയി. ചന്ദ്രൻ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ എങ്ങനെ പറഞ്ഞോടാ? മഹേഷ് ചതിച്ചതാ, മഹേഷിന്റെ പ്രതികാരം. താനൂർക്ക് ചക്ക തിന്നാൻ പോയതാ. ചക്കൊന്നും ഇപ്പോ പഴയ മാതിരില്ല. ഇതിലാരാണ് ശരിക്കും ഹീറോ? പാട്ട്, ഡാൻസ്, ഫൈറ്റ്, ഒരു ഡയലോഗ് ഒക്കെ ഉള്ള ആള് ചാക്കോച്ചനാ. അതിന്റെ ഗമ നിനക്കിരിക്കട്ടെ, അത് കഴിഞ്ഞിരിക്കട്ടെ. ആ ഗമ ആശാദന വെച്ചോ. പാട്രിയറ്റ് എന്ന സിനിമ എന്നല്ല, ഇത് പെട്ടി ഓട്ടോറിക്ഷ എന്നൊരു സിനിമയായിട്ടാണ് വന്നത്. ചുമ്മാരുടെ ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് പക്കാലാഗ്. ഉറങ്ങണോ വേണ്ടേ? കാരണം ഇതിനു മുമ്പ് ഞാൻ ഇനി ഉറങ്ങിയിട്ടാണ് റിവ്യൂ പറഞ്ഞതെന്ന് പറയും. ഞാൻ കാണുമ്പോ പടം ഹിറ്റായിരുന്നല്ലോ. ഹിറ്റ് തന്നെ തലക്കാ കിട്ടേണ്ടത്. മമ്മൂക്കാൻ ഇന്റർവ്യൂവിൽ പറഞ്ഞ ഇത് നോർത്തുനിന്ന് ആരെങ്കിലും വിളിച്ച് ചെയ്യിച്ചാൽ മതി എന്ന് അഭിപ്രായം പറഞ്ഞപ്പോ എന്തിനാ ഇവിടെ നമുക്കില്ലേ, നമുക്ക് ലാലില്ലേ? എടാ നീ എനിക്കൊരു പാരായിട്ട് ഇറങ്ങിയിരിക്കണല്ലേടാ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ശകലം കാണിക്കും. ഇതേപോലുള്ള ഒരു മനുഷ്യനെ കൊണ്ടൊന്ന് മറ്റേ പരിപാടി ചെയ്യണം. ആകെ പുലിവാലല്ലോ ആയല്ലോ. എനിക്ക് അവസാനമൊക്കെ ആയപ്പോഴേക്കും അയ്യോ ഇതെന്തൊരു നിർഗുണ സിനിമയാണ്. അതായത് റൈറ്റിംഗ് വളരെ മോശം. നമ്മളൊരു സ്കെയിൽ ഇങ്ങനെ പോണ്ടേ. ഇപ്പോഴത്തെ സിനിമയെല്ലാം ഇങ്ങനെ വാസുവേട്ടാ, ഒരു ചില്ലി കാശിന്റെ കഥ വേണ്ട. ഒരു വട്ടം കൂടി ഞാൻ തിയേറ്ററിൽ പോയിട്ട് പടം കാണുമെന്ന് ചോദിച്ചാൽ ഇല്ല. കുറച്ച് സ്റ്റാൻഡേർഡും വേറുള്ളടത്ത് വേണം കൊണ്ടേ കാണിക്കാൻ. എന്റെ അടുത്താണ് തെറ്റ്. നിങ്ങളെ കാണിച്ച എന്നെ ചവിട്ടണം.